ஓகே ரெடி இந்த மழை இல்ல மழை கவிதை கொண்டு வருது பாடு கொண்டு வருது யாரும் கதவை ஜஸ்ட் ഒന്ന് പറയണം തോന്നി വേറെ മാർഗമില്ല ഞാൻ അടുത്ത കാലത്ത് കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു എല്ലാവർക്കും നമസ്കാരം. ആഫ്റ്റർ എ ലോങ് ടൈം കഴിഞ്ഞു നമ്മുടെ ബാലച്ചേട്ടൻ വീണ്ടും വന്നിരിക്കുകയാണ്. ബാലച്ചേട്ടൻ വന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എലിസബത്ത് ആയാലും അമൃതയായാലും നല്ലോണം അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അടിപൊളിയായിട്ട് ഇപ്പം ജീവിക്കുകയാണ്. ഇത് കാണുന്ന ബാലച്ചേട്ടന് പറ്റില്ല, അവരെങ്ങനെയൊന്നും ജീവിച്ചാൽ പറ്റത്തില്ല, കുളം തോണ്ടണം, ഇനിയും കുളം തോണ്ടണം. ഈ ഒരു സെറ്റപ്പ് ട്രാക്കാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കോകിലയൊക്കെ ആയിട്ട് ജീവിച്ച് പോവുകയല്ലേ ബാലച്ചേട്ട, ആ വഴിക്ക് ആ ട്രാക്കിൽ അങ്ങ് അടിപൊളിയായിട്ട് ജീവിച്ച് സ്വന്തം കാര്യം നോക്കി പോയാൽ പോരെ, അല്ലാതെ ഇനി ഗണ്ണെടുത്ത് ആറാട്ടെണ്ണൻ്റെ വീട്ടിൽ പോയതിലൊക്കെ പോണോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തിനാണ് അവർ ജീവിക്കട്ടെന്ന് അണ്ണൻ്റെ മെക്കിട്ട് വരുന്ന പോലുമില്ല. പിന്നെ അണ്ണൻ എന്തിനാണ് ഇങ്ങനെ ഇരുന്ന് കുരു പൊട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എലിസബത്ത് എങ്ങാണ്ട് സ്വിറ്റ്സർലാൻഡിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അഴിച്ച് പൊളിയായിട്ട് അവളുടെ ലൈഫ് അവൾ കൊണ്ടുപോകുന്നു മുന്നോട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ പൊട്ടും. വേറെ ഒന്നുമില്ലാണ്ട് ചൊറിയും കുത്തി വീട്ടിയിരിക്കുന്ന ബാലച്ചേട്ടന് പൊട്ടും, അതിൽ തെറ്റില്ല, പൊട്ടും. എന്തായാലും ബാലച്ചേട്ടനെ പൊട്ടുമെന്നും എലിസബത്തിനെ അമൃതയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ഹൈപ്പ് ഉണ്ടെങ്കിൽ അതും കൊടുത്ത് അങ്ങ് വിട്ടേക്ക്. എന്തായാലും ബാലച്ചേട്ടൻ യു ആർ വെരി 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 ഗ്രേറ്റ്, ഒന്നും പറയാനില്ല. ഇങ്ങനെ അസൂയയും കുശുമ്പും കഷണ്ടിയും നടന്നു കഴിഞ്ഞാൽ അണ്ണ എവിടെ പോയി ഗതി പിടിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ആദ്യം അമൃതയുടെ ഒരു വീഡിയോ ഞാനൊന്ന് കൊടുക്കാം. അമൃത അല്ല കേട്ടോ, എലിസബത്താണ്. പേര് മാറിപ്പോയാണ്. ബാലച്ചേട്ടൻ്റെ ഓരോ വൈഫിൻ്റെ പേര് മാറി പോകുന്നു. അമൃത, അതിന് മുന്നേ ആരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമൃത, പിന്നെ എലിസബത്ത്, ഇല്ല എലിസബത്ത് എന്താ എവിടെയൊക്കെ, അവസാനം ഗോകുൽ, അത്ര അറിയാലോ. ഇതാണ് ബാലച്ചേട്ടൻ്റെ ഹിസ്റ്ററി. ഓക്കെ, അപ്പോൾ നമ്മുടെ എലിസബത്ത് ഇപ്പോൾ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട്. ഒരു സമയത്ത് എലിസബത്ത് അനുഭവിച്ചിട്ടുള്ള മെൻ്റൽ ട്രോമ അത് ഒട്ടും ചെറുതല്ല, ഒരിക്കലും അത് ഒട്ടും ചെറുതല്ല. കാരണം അവൾ കടന്നു പോയിട്ടുള്ള സിറ്റുവേഷൻ, കൂടെ നിൽക്കാൻ ആരുമില്ലാത്തൊരു സിറ്റുവേഷൻ. എന്നാൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ, അതായത് നിങ്ങളും ഞാനും ഒക്കെ അടങ്ങുന്ന ജനങ്ങളുടെ സപ്പോർട്ട്, അന്ന് ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് പറഞ്ഞ് നമ്മളൊരു #, വരെ ക്രിയേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ അവൾക്ക് നീതി കിട്ടണം. അവൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് നിയമത്തിൻ്റെ വശത്ത് നീതി കിട്ടിയില്ലെങ്കിലും അവൾ അന്ന് മെൻ്റലി ഒരുപാട് അനുഭവിച്ച്, ഒരുപാട് മെൻ്റലി ഡൗൺ ആയി, ഡിപ്രസ്ഡായി, എല്ലാ ട്രോമയും കൂടി ഒരുമിച്ച് അടങ്ങി കൂടിയിരിക്കുന്ന സമയത്താണ് ഈ ഒരു വിഷയമൊക്കെ നടക്കുന്നത്. പിന്നെ ജനങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ അവൾ മെൻ്റലി കുറച്ച് ഓക്കെ ആവാൻ തുടങ്ങി. പിന്നെ ഈ ബാലവട്ട ഒക്കെ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് സ്വന്തം കാര്യമൊക്കെ നോക്കി ഇപ്പോൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു. കാണുമ്പോൾ സന്തോഷമുണ്ട്. വേറൊരു വീഡിയോ കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ മിക്സഡ് ഡബിൾസും ഷട്ടിൽ കളിച്ചിരുന്നു. എല്ലാം പരാജയമായിട്ട് തോറ്റിരിക്കണം. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം ടെല്ലിംഗ്? എന്തായാലും വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു എലിസബത്തിനെ കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഷട്ടിലൊക്കെ കളിച്ച് എൻജോയ് ചെയ്ത് ലൈഫൊക്കെ എക്സ്പ്ലോർ ചെയ്ത്
വളരെയധികം നല്ല നല്ല മൊമെൻറ്റ്സിലൂടെ എലിസബത്ത് കടന്നു പോകുന്നത് കാണുമ്പോൾ എന്തോ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്. കാരണം നീ അനുഭവിച്ച കാര്യങ്ങൾ അത് ചെറുതല്ല. ഒരു സമയത്ത് നീ അനുഭവിച്ചിട്ടുള്ള മെൻ്റൽ ട്രോമ അത് ആലോചിക്കാൻ പോലും വയ്യ. ഞാൻ എൻ്റെ പേഴ്സണലിൽ നിന്ന് നിൻ്റെ കൂടെ നിന്ന ആൾക്കാരിലൊക്കെ നിന്ന് കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് നീ അനുഭവിച്ചിട്ടുള്ള ആ ഒരു ക്രൂരതയും പിന്നെ ലാസ്റ്റ് ഘട്ടത്തിൽ ഈ ബാലചേട്ടനെ എടുത്തിട്ട് നിനക്കിട്ട് എതിരെ വീഡിയോ ചെയ്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റായ സമയത്തുള്ള വിഷയങ്ങളും ബ്ലാക്ക് മെയിലിങ്ങും കാര്യങ്ങളും എന്തൊക്കെ ഒരു പെണ്ണ് അനുഭവിക്കാനുണ്ട്. അതൊക്കെ അങ്ങ് പീക്ക് ലെവലിൽ നിന്ന് എലിസബത്ത് അനുഭവിച്ചിട്ടുണ്ട്. അതിപ്പോൾ അമൃതയുടെ കേസായാലും അവളും അനുഭവിച്ചിട്ടുണ്ട്, കൈ കണക്കുമില്ല. പിന്നെ ഈ പറയുന്ന പോലെ 100% ഇവർ ആരും പെർഫെക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ 100% ഇവരുടെ ഭാഗത്ത് ശരിയുണ്ടെന്നോ ഞാൻ പറയുന്നില്ല. ഒരു ഫാമിലി ലൈഫ് ആകുമ്പോൾ ഭാര്യമാരായാലും ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും, വഴക്കുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് കുടുംബജീവിതം സക്സസ് ആവുന്നത്. പക്ഷേ ഒരടിമക്കണക്കിന് അല്ലെങ്കിൽ വീട്ടുജോലിക്കൊരു പെണ്ണ് അല്ലെങ്കിൽ ആട്ടും തുപ്പും കേട്ട് നിൽക്കാനൊരു പെണ്ണ്, അങ്ങനെ ഒരു സെറ്റപ്പ്. അതായത് ആർക്ക്? നമ്മളെ ബാലചേട്ടന് മറ്റേ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ സമയത്തൊക്കെ എലിസബത്തൊക്കെ വന്നിട്ട് നോക്കിയ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഒരുപാട്. ആ സമയത്തൊക്കെ വേണമായിരുന്നു. പിന്നെ വീണ്ടും എടുത്ത് ചവിട്ടുകുട്ടിയിലെറിഞ്ഞ അവസ്ഥയൊക്കെ തന്നെയാണ്. വല്ലാത്ത മാനസികാവസ്ഥയായിരുന്നു എലിസബത്തിൻ്റെ അവസ്ഥ. ഒരു കുടുംബജീവിതമായി അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞ് കയറി ചെന്ന് കൊടുത്തതാണ്. എന്നാ പിടി അമ്മച്ചിയുടെ മാവും കലവും മൂഞ്ചി തിരിഞ്ഞ് കമ്പിത്തിരിയായി ഉള്ള കാര്യം പറയാം. അതിനുശേഷം ആ പെണ്ണ് ഒരുപാട് അനുഭവിച്ചു. എന്തിന്? മെൻ്റലിയും ഈ പറയുന്ന ടോർച്ചർ ചെയ്തതിന് പുറമെ ബ്ലാക്ക് മെയിലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പെണ്ണ് അനുഭവിച്ച് കൂട്ടിയതിന് കൈയും കണക്കില്ല. എന്നിട്ട് ബാലചേട്ടൻ വന്നിരുന്ന് ഞാൻ പൊട്ടണ എന്നൊക്കെ പറഞ്ഞ് കുറേ നന്മ മരം കളിച്ച് കുറേ നന്മ വാരി വെതറിയൊക്കെ കാട്ടിക്കൂട്ടും, കുറേ കാട്ടാപ്പ് പരിപാടികൾ. ഇപ്പോൾ കുറേ നാളായിട്ട് ശല്യമില്ലായിരുന്നു, ആർക്കും ഒരു ശല്യമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആര്? ബാലചേട്ടൻ. എന്നാൽ റീസെൻ്റ്ലി വന്നിട്ടുണ്ട്. ഒരു കാരണമില്ലാതെ കാരണം ഉണ്ടായിക്കൊണ്ട് വന്നിരിക്കുകയാണ്. കൊച്ചു കള്ളൻ, ഒരു കടയാടി തന്നെ. ഒന്നും പറയാനില്ല. ഒരു രക്ഷയില്ലാത്ത ബാലചേട്ടൻ തന്നെ. ഒരു കാരണവും ഇല്ല കേട്ടോ. ആരും ഇങ്ങനെ പറ്റി സംസാരിക്കുന്നില്ല, ആരും ഈ വിഷയത്തിനെ പറ്റി ഒന്നും അഡ്രസ് ചെയ്യുന്നില്ല, ആരും ഒന്നും മിണ്ടുന്നില്ല. ആർക്കും ഇപ്പോൾ ബാല ഓർമ്മയില്ല. വേറെ പല വിഷയങ്ങളും വന്നു പോയപ്പോൾ ബാല എല്ലാവരും മറന്ന്. അപ്പോൾ ബാല നൈസായിട്ട് വീണ്ടും രംഗത്ത്. എലിസബത്തിനെതിരെ അമൃതയ്ക്കെതിരെ ഒക്കെ രംഗത്തായാണെന്ന് പോലെ തോന്നിപ്പോവും. കാരണം ആ രീതിയിലാണ് സംസാരിച്ച് വെക്കുന്നത്. നിങ്ങളൊന്ന് കേട്ടു നോക്ക്, ഞാൻ കൊടുക്കാം. എല്ലാവർക്കും നമസ്കാരം. പുതിയ മാലയൊക്കെ ഇട്ടിരിക്കാനല്ല, മലയ്ക്ക് പോകുന്നതായിരിക്കും നല്ല തീരുമാനം. ചെയ്ത പാവങ്ങളെല്ലാം കഴുകി കളഞ്ഞിട്ട് മര്യാദയ്ക്ക് പോയിട്ട് പോവാ. അല്ലാതെ പോകുന്നതിന് മുന്നേ ഇവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് പോവാതെ. പിന്നെന്ത്, നമുക്കറിയാം. പിന്നെ ബാലചേട്ടനൊക്കെ മറക്കാൻ പറ്റും. പുതിയ മുതലൊക്കെ കാണാനല്ലേ. തട്ടും താളം മേളം, നോക്കി നിന്നാൽ കൈയും കാലും കൂട്ടിയിടിക്കണ താളം, പെണ്ണായാൽ കണ്ണിലുണ്ട് താളം, പെണ്ണിന്റെ നടയ്ക്ക് താളം. മൊഴിഞ്ഞാട്ടെ. ഒരു മാർഗമില്ലാതെ മാർഗം കളിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ബാലചേട്ടൻ. അതായത് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി, വേറെ മാർഗമില്ല. വേറെ മാർഗമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി. പറ, നോക്കട്ടെ എന്താ. അല്ല, അടുത്ത കാലത്ത് ഏത് വീഡിയോസ് ഉണ്ട്? പണ്ടത്തെ വീഡിയോസ് ഇപ്പൊ അടുത്ത കാലത്തായിരുന്നു കാണുന്നത്. എന്നിട്ട് ഇപ്പോഴാണ് ഒന്ന് പ്രതികരിക്കുന്നത്. എന്തരണ്ണ നിങ്ങൾ ഇങ്ങനെ? പഴയ വീഡിയോ പഴയത്, ഇപ്പൊ അല്ല പ്രതികരിക്കേണ്ടത്. ഈ അടുത്ത കാലത്ത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പണ്ടങ്ങാണ്ട് കണ്ട വീഡിയോ ഇതെന്താ ഇങ്ങനെ ചൊറയായിട്ട് മാറിയത്? തന്റെ കാര്യം വേറെ വഴിയില്ല തന്നെ. ഇങ്ങനെ പോയാണെങ്കിൽ നാട്ടുകാർ ഇനി കയറി പഞ്ഞിക്കിടുമെന്നാണ് തോന്നുന്നത്. അല്ലാതെ ഇനി ഇരുന്നിട്ട് ഞാൻ പൊട്ടന ഈ സെറ്റപ്പ് ഇനി നടക്കൂല. നാട്ടുകാർ കയറി പഞ്ഞിക്കിടും മിക്കവാറും. 10 കൊല്ലം എന്നെ ഉപദ്രവിക്കുക തുടങ്ങി. വീണ്ടും ഇന്നേക്ക് ഡേ 1 വീണ്ടും ഒന്നേന്ന് തുടങ്ങി. ഇങ്ങനെ ഒരു പൊതുശല്യമായി മാറിയല്ലോ. ആരും മൈൻഡ് ചെയ്യാതെ വന്നപ്പോൾ വീണ്ടും ഒന്നേന്ന് ഇറങ്ങിയിരിക്കുന്നു. 10 കൊല്ലം 10 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ബാലചേട്ടൻ വന്നിരിക്കുകയാണ് വീണ്ടും. പുതിയ കളികൾ കാണാനും പഴയ കളികൾ കളിക്കാനും. 1.5 കളി തന്നെ നിങ്ങളെ കളി. 10 കൊല്ലം മനുഷ്യനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ അവിടെ എവിടെയും മാറിപ്പോയിരുന്നു. ഇനി ബാക്കി ഇരുന്ന് സല്ലാപിക്കുക. എനിക്കറിയത്തില്ല. 10 കൊല്ലം 15 കൊല്ലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് വീണ്ടും അടുത്ത നാടകമായിട്ട്. എന്തോന്നടേ ഇത്, പൊതു ശല്യമായി മാറിയില്ലേ ഇതിപ്പം. ആരും മൈൻഡ് ചെയ്യാതെ വന്നപ്പം 10 കൊല്ലമായിട്ട് ഞാൻ ഇതാ വീണ്ടും വന്നു. ഞാൻ വിചാരിച്ചു മറ്റേ ഗോസ്റ്റ് ഹൗസിൽ പറയുന്നില്ല, ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, അതുപോലെ പറയാൻ പോണം.
പറയാൻ പറ്റില്ല, ബാലയാണ് ആള്. നെയിം ഓഫ് ലോ ഉം. ഒക്കെ പേരെടുത്ത് പറയാൻ പറ്റില്ലല്ലോ. അതെ അതെ. അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം, ഉം. എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാനാണ്. പക്ഷെ അങ്ങനെ പറയല്ല, ആണുങ്ങളെ വിലയും കൂടി കളയരുത്. ഓക്കെ, പെണ്ണുങ്ങൾക്ക് അത് നിയമവശം അണ്ണൻ ഉണ്ട്, അതില്ലെന്ന് പറയുന്നില്ല. പക്ഷെ അണ്ണൻ അതിൽ കയറി പിടിക്കണ്ട. അണ്ണൻ ചെയ്ത് കൂട്ടിയിട്ടുള്ളതിന് അണ്ണൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലും അതിശയുള്ളൂ കേട്ടാ. അണ്ണൻ ചെയ്ത് കൂട്ടിയതും കാട്ടിക്കൂട്ടിയൊക്കെ നല്ല കൊടുമൈ. അവളോ കൊടുമൈടാ, അവളെ പണി വെച്ചിട്ട് ഇപ്പിടിയെല്ലാം പേസന അട്ടി കൊച്ചു ആണല്ലേ, പറയാൻ പാടില്ല. പറയണ്ട. എത്ര സങ്കടം ഉണ്ടെങ്കിലും മനസ്സിലാക്കണം. അതെ അതെ. ചിരിച്ചുകൊണ്ടേയിരിക്കും അല്ലേ. ഈ മീഡിയയെ കുറിച്ച് ഒരു കാര്യം പറയുന്നു. മീഡിയ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ. ഇന്നും കൂടെ ഞാൻ ന്യൂസ് കണ്ടായിരുന്നു, നല്ല ചില സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരും, ചില അസത്യങ്ങളും പറയും ഫോർ ദ വ്യൂസ്. ആனா മീഡിയയെ ചതിക്കുന്ന ഒരാളുണ്ട് കേരളത്തില്, അറിയാമോ? ബാല. ഒന്ന് വേണ്ട പറഞ്ഞ് നടക്കുന്ന ഒരാളുണ്ട് ഇവിടെ, ബാലച്ചേട്ടൻ. ഇതെല്ലാം പുറത്ത് വന്ന 10 കൊല്ലം 10 years ഇപ്പൊ എനിക്ക് വിവാഹം കഴിച്ചു. എന്റെ പൊന്നെണ്ണ, നിങ്ങള് കഴിച്ച വല്ലതും സാപ്പിട്ടാ തങ്കം, നിങ്ങൾ സാപ്പിട്ടാ പോയി കവന്നിടന്ന് ഉറങ്ങ. അതായിരിക്കും കുറച്ച് നല്ല ചൊറിയണേ അവൻ്റെ വീഡിയോ ചെയ്തപ്പോഴേ. എന്തവസ്ഥ, വല്ലാത്ത അവസ്ഥ. ഇങ്ങനെ വീണ്ടും വിപ്ലവം ഉണ്ടാക്കി ഇറങ്ങിയിരിക്കുകയാണ് കൊച്ചു കുറുമ്പ് കൂടുന്നുണ്ട്. കുറുമ്പി വാവാ. എന്നുடைய വൈഫ് പിറന്ന നാളാണ്. ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചിരുന്നാ പോരെ. ഹാപ്പി ബർത്ത്ഡേ കോകില. അണ്ണനെ വിളിച്ചോണ്ട് പോ. അണ്ണൻ 2 പെഗടിച്ചിട്ടിരിക്കണം തോന്നുന്നു. പിന്നെ 10 വർഷത്തിലേക്ക് പിന്നോട്ട് പോയി. ടൈം മെഷീൻ വല്ല വാങ്ങിച്ചു കൊടുത്ത അധികം പാടില്ല. കേസരിയാ എന്തേലും ചെയ്യും. എൻ്റെ അടുത്ത് ചോദിച്ചാ ആയിക്കോട്ടെ. കുടുംബമായിട്ട് എൻ വൈഫ്, എൻ മാമയാർ, അവളുടെ അനിയത്തി, എന്നോട് ചിത്തപ്പ എല്ലാരും വന്നിട്ടുണ്ട്. കോകിലയുടെ പിറന്നനാൾ 2 ദിവസത്തിൽ. ആയിക്കോട്ടെ. 27 വിശേഷങ്ങളുണ്ട്. ഇവിടെ നിയമമുണ്ടോ? അണ്ണ കോടതി അവധിയുള്ള ദിവസമാണ് പോകുന്നത് കോടതിയിലിട്ട്. അണ്ണ കോടതിയിൽ നിയമമുണ്ട്, മൊത്തത്തിൽ ഉണ്ട് ഇവിടെ. എന്നാൽ അവധി ദിവസം കോടതിയിൽ പോയി എടുക്കത്തില്ല കേട്ടാ, എല്ലാ ദിവസം പോകണം. കാര്യം പിടിയിട്ടിരിക്കണം എല്ലാം പറഞ്ഞത്. ഇവിടെ നിയമമുണ്ടോ? അണ്ണനെ ഇവിടെ ഇത്തരം വിവരം പോകുന്നില്ല. അണ്ണൻ പാണ്ടി തുറയതാണേ, അങ്കപ്പോ വിജയിക്കിട്ട് പോങ്ക. അങ്ങേര് മിക്ക എൻകൗണ്ടറിന് എഴുതി ഇവിടെ നിങ്ങളെ. ഈ ലോകത്ത് നിയമമുണ്ടോ? പാണ്ടി തുറയ അങ്കെ പോങ്ക. എന്താണ് ചെയ്യുന്നത്? ഒന്നും ചെയ്യണ്ട, ഇതിന് മിണ്ടായിരുന്നു. മീഡിയയെ ചതിക്കുന്ന ഒരാളുണ്ട് ഇവിടെ, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതെ അതെ. ഇനി എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ വലിയ പ്രസ് മീറ്റ് വയ്ക്കും. ആര് ഉപദ്രവിച്ച്? എവിടെ ഉപദ്രവിച്ച്? അണ്ണ എന്തിനാ പറയണത്? അണ്ണ പ്രസ് മീറ്റും വെച്ച് ആ വഴിക്ക് പോകും, അതായിരിക്കും നല്ലത്. ഒരു പട്ടിക്കുഞ്ഞു പോലും ഇപ്പം ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നില്ല, അതുകൊണ്ട് ഇറങ്ങിയതാണ്. ഇനി എന്നെ ഉപദ്രവിച്ചാണ് അടിച്ച സാധനം പറഞ്ഞിരുന്നെങ്കിൽ ഞാനും മഞ്ചടിക്കായിരുന്നു. ഇമ്മാതിരിയൊക്കെ പറയാൻ പറ്റുമോ? ഇതേ സാധനം എന്താ? അണ്ണ ഇനി എന്നെ ഉപദ്രവിച്ച ഞാൻ പ്രസ് മീറ്റ് വയ്ക്കും. എന്തിന്? കുറെ കാലം കൊണ്ട് കേൾക്കണ ഈ പരിപാടി, ഇത് നിർത്താറായില്ല ഇതുവരെ. ഇതും കടന്നു പോകും സുടൈനി. അവള് ബാഡ്മിൻ്റനൊക്കെ കളിച്ച് അവളെ ഇഷ്ടത്തിന് ലൈഫ് എക്സ്പ്ലോർ ചെയ്ത് നടക്കുന്നു. ആര്? എലിസബത്ത്. അടുത്ത് അമൃത അവളുടെ കാര്യം നോക്കി നടക്കുന്നു. അണ്ണൻ ഇതുവരെ ചൊറിച്ചിൽ തീർന്നില്ല. അണ്ണൻ കോകിലൊക്കെ ഇട്ട് കെട്ടി അടിപൊളിയായിട്ട് ഇരിക്കുകയില്ലേ, പിന്നെ എന്നാത്തിനായി ചൊരിക്ക്? കിളവനായ വയസ്സാം കാലത്ത് മര്യാദയ്ക്ക് വീട്ടിൽ കയറി ഇരിക്കണം, തടിയും നരച്ച് മുടിയും നരച്ച്. ഇനി ആട്ടത്തിന് കുറവില്ല. ഞാൻ 10 വർഷം മുന്നേ പോണത് ആ പ്രസ് മീറ്റ് വിളിക്കാൻ പോണം. വിളി. എല്ലാ സത്യങ്ങളും തുറന്നു പറയും. ആയിക്കോട്ടെ. ഇത് നടക്കും, എഴുതി വെച്ചോ. അണ്ണ എന്റെ പേപ്പർ മേനയില്ല, കുഴപ്പമില്ല. ഇന്നേക്ക് എന്നാ തീയതി? 25-25 അണ്ണൻ ഇത് വെല്ലുവിളിക്കുന്നത്. ആയിക്കോട്ടെ, പറ. ഞാൻ വരട്ടെ അണ്ണ. ഞാൻ ന്യൂസ് ഒന്നുമില്ല, ഞാൻ പ്രത്യേകിച്ച് അല്ലാതെ എന്നെ ഒന്ന് വിളിച്ചാൽ ഞാനും വരായിരുന്നു. എന്തായാലും സത്യം തുറന്നു പറയുന്നല്ലേ പറ. നെറ്റ് ഞെട്ടി, കുറെ പ്രാവശ്യം ഞെട്ടി, വയ്യ ഞെട്ട. വെൽക്കം. ആയിക്കോട്ടെ, പൊക്കോ, ടാറ്റ. ബൈ കഥ. ഓക്കെ. ടാറ്റ. ശല്യം തീർന്നു കിട്ടി. ഇങ്ങനെ എന്തോന്നല്ലോ, ഇങ്ങനെ ഒരു പൊതു ശല്യമായി മാറുമല്ലോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ.
കഷ്ടം തന്നെ അണ്ണ. അണ്ണൻ്റെ കാര്യം വളരെയധികം കുട്ടിത്തം വിട്ടുമാറാത്തതിൻ്റെ അപ്പുറത്ത് പോയിരിക്കുകയാണ്. ആ അണ്ണൻ ഇതുപോലെ ഫാമിലിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് വീഡിയോ കിട്ടിപ്പോ. പാട്ടൊക്കെ ഇട്ട് അണ്ണൻ ഇതുപോലെ പൂക്കിമോനായിട്ടൊക്കെ ഇരുന്നാൽ പോരെ. ഇതാരും അപ്പൂപ്പനാ എന്തായാലും അണ്ണൻ ഇതുപോലെ പൂക്കിമോനൊക്കെ ഇട്ട് വീട്ടിലവിടെ മഴയൊക്കെ നനഞ്ഞവിടെ ഇരുന്നാൽ പോരെ. ഈ പട്ടിയൊക്കെ പിടിച്ച് കുളിപ്പിച്ച് അതിൻ്റെ ഇടയിൽ വന്നിട്ട് അണ്ണൻ പ്രസ് മീറ്റ് വിളിക്കണം. എന്തിനണ്ണ ഒരു പട്ടിക്കുഞ്ഞുപോലെ അണ്ണനെ തിരിഞ്ഞു നോക്കാത്ത സങ്കടം തീർക്കാനാണ്. എനിക്ക് വളരെയധികം എനിക്ക് പരിതാപകരമായിട്ടാണ് അണ്ണൻ്റെ അവസ്ഥയെ കാണാൻ സാധിക്കുന്നത്. ഇത്രയും ഒരു മൊണ്ണയായി മാറരുത് അണ്ണൻ. ഇങ്ങനെ കാട്ടുമൊണ്ണയായി കഴിഞ്ഞാൽ നാട്ടുകാർ വീണ്ടും പുച്ഛിച്ച് തള്ളു. അണ്ണാ എന്തരണ്ണ നിങ്ങൾ ഇങ്ങനെ. എന്തായാലും എനിക്കൊന്നും പറയാനില്ല. എലിസബത്ത് അമൃതയൊക്കെ അവരുടെ ലൈഫൊക്കെ നോക്കി അടിപൊളിയായിട്ട് സെറ്റായിട്ടൊക്കെ പോകണം. എണ്ണം വന്ന് ഒരുമാതിരി ചൊറ വർത്താനം വീണ്ടും തുടങ്ങി. ഇങ്ങനെ ഇരിക്കുന്നൊന്ന് അവസാനിപ്പിച്ചിട്ട് സ്വന്തം കാര്യം നോക്കിപ്പോ കൂടെ. അവർ ജീവിക്കട്ടെ, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുന്നത്. അണ്ണൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ വീഡിയോ ചെയ്യണം. ഒരു പട്ടിക്കുഞ്ഞു പോലും ചെയ്യുന്നില്ല. സത്യം അണ്ണൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതിനെ തുടർന്ന് ആരെങ്കിലും ചെയ്താലേ ഉള്ളൂ. ഒന്നും പറയാനില്ല. ഇങ്ങനെ ഒരു മുതൽ പുതിയൊരു വീഡിയോ ഇടണം. ബൈ.